ഒരു ജൂൺ മാസം കൂടി കടന്നു വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്. ഒരെണ്ണം മാറ്റിയത് ഇന്ത്യയുടെ കായിക ചരിത്രത്തെയാണ്. 1983 ജൂണിൽ ക്രിക്കറ്റ് ലോകകപ്പ് കപിൽദേവും കൂട്ടരും ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ കായിക ലോകം ആ ഞെട്ടലിൽ നിന്നും മുക്തി നേടിയിരുന്നില്ല. ക്രിക്കറ്റ് ഇന്ന് ഇന്ത്യയിൽ പണം കായ്ക്കുന്ന വൻമരമായി വളർന്നതിന് പിന്നിൽ ആ ലോകകപ്പ് തന്നെയാണ് പ്രധാന കാരണം. മറ്റൊന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിമറിച്ചൊരു സംഭവമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടികളിൽ ഒന്നാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. സിഖ് മതവിശ്വാസികളുടെ പരമപവിത്ര തീർത്ഥാടന കേന്ദ്രമായ സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ അമൃത്സറിലാണ്. പഞ്ചാബിന് പ്രത്യേക പദവി, സ്വയം ഭരണാവകാശം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിഷേധം തുടങ്ങിയ സിഖ് തീവ്രവാദികൾ 1984 സുവർണക്ഷേത്രം കീഴടക്കിയിരുന്നു. അതേ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സിഖ് തീവ്രവാദികളെ തുരുത്താൻ ഇന്ത്യൻ സേന സുവർണക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇന്ത്യൻ സൈനികരും തീവ്രവാദ നേതാവ് ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയും ഉൾപ്പെടെ ഏതാണ്ട് 1000-ഓളം പേരാണ് ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടതെന്നാണ് കണക്കുകൾ. എന്നാൽ സർക്കാരിൻ്റെ കണക്കിൽ ഇത് 100-ൽ താഴെയാണ്. ഇതിൻ്റെ തുടർച്ചയായി നടന്നതാണ് ഇന്ദിരാഗാന്ധിയുടെ വധവും പിന്നീടുള്ള സിഖ് കൂട്ടക്കൊലയുമൊക്കെ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും സമാധാനമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു പഞ്ചാബ്. ജനങ്ങൾ അവിടെ സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിച്ചിരുന്നു. കഠിനാധ്വാനികളായ സിഖുകാർ ദയാശീലരും അങ്ങേയറ്റം രാജ്യസ്നേഹം ഉള്ളവരുമായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക സിഖ് രാഷ്ട്രം സ്ഥാപിക്കുക, പഞ്ചാബിനെ ഇന്ത്യൻ യൂണിയനിൽ നിന്നും വേർപെടുത്തുക എന്നതായിരുന്നു ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ അന്തിമമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. സുവർണക്ഷേത്രത്തിലെ ഗുരുനാനാക്ക് നിവാസ് താവളമാക്കിയ ഭിന്ദ്രൻവാല 1983 അറസ്റ്റ് ഭീഷണിയെ തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലെ തന്നെ അകാൽ തഖ്ത് കേന്ദ്രമാക്കി മാറ്റുകയും ആയുധ സാമഗ്രികൾ അവിടെ ശേഖരിക്കുകയും ചെയ്തു. 1984 ഖാലിസ്ഥാൻ പ്രശ്നത്തിൽ പാകിസ്ഥാൻ ഇടപെടാൻ തുടങ്ങി. തീവ്രവാദികൾക്ക് പരിശീലനം നൽകിയും ആയുധവും പണവും എത്തിച്ചു കൊടുത്തും പാകിസ്ഥാൻ അവരെ സഹായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് 1984 ഇന്ദിരാഗാന്ധി സർക്കാർ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ സൈനിക നീക്കം നടത്തിയത്. ജൂൺ 1 ഉത്തരവിട്ട ശേഷം ജൂൺ 5-6 തീയതികളിലാണ് ഈ സൈനിക നടപടി നടന്നത്. ഈ ഓപ്പറേഷന് വേണ്ടി സുവർണക്ഷേത്രത്തിൻ്റെ സെറ്റ് തയ്യാറാക്കി സൈന്യം റിഹേഴ്സലുകൾ വരെ നടത്തിയിരുന്നു. അങ്ങനെ ഭിന്ദ്രൻവാലയെയും അനുയായികളെയും പുറത്ത് ചാടിക്കാനുള്ള സൈനിക നടപടി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആസൂത്രണം ചെയ്യപ്പെട്ടു. അതിനു മുമ്പ് ഇന്ത്യയുടെ പാകിസ്ഥാനുമായുള്ള അതിർത്തികൾ പട്ടാളം ഭദ്രമായി അടക്കുകയും ചെയ്തു. ഒരു സൈനിക ഓപ്പറേഷൻ നടത്തി ഭിന്ദ്രൻവാല അടക്കമുള്ളവരെ തീർത്തില്ലെങ്കിൽ പഞ്ചാബ് കൈവിട്ടു പോകുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് ഇന്ദിരാഗാന്ധി നിർണായകമായി തീരുമാനമെടുത്തത്. ലഫ്റ്റനന്റ് ജനറൽ കുൽദീപ് സിംഗ് ബ്രാർ, ലഫ്റ്റനന്റ് ജനറൽ കൃഷ്ണസ്വാമി സുന്ദരാജ്, ജനറൽ AS വൈദ്യ എന്നിവർക്കായിരുന്നു ഈ ആക്രമണത്തിൻ്റെ പ്രധാന ചുമതല. ഓപ്പറേഷൻ സമയത്ത് അമൃത്സർ നഗരത്തെ തികച്ചും ഒറ്റപ്പെടുത്തിയിരുന്നു. കർഫ്യൂ ഏർപ്പെടുത്തുകയും തീവണ്ടി, വിമാന സർവീസുകൾ എല്ലാം റദ്ദാക്കുകയും ചെയ്തിരുന്നു. വിദേശ പത്രലേഖകർ ഉൾപ്പെടെ എല്ലാ പത്രപ്രതിനിധികളെയും പ്രത്യേകം ഏർപ്പെടുത്തിയ വാഹനങ്ങളിൽ അമൃത്സറിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ജൂൺ 5 വൈകിട്ട് 7 മണിക്ക് ഇന്ത്യൻ സൈന്യത്തിലെ 16-ാം റെജിമെന്റിന്റെ ടാങ്കുകൾ സുവർണക്ഷേത്ര സമുച്ചയത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയതോടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആരംഭിച്ചു. 2 ദിവസത്തെ കനത്ത പോരാട്ടത്തിന് ശേഷം സൈന്യം ക്ഷേത്ര സമുച്ചയത്തിൽ ആധിപത്യം സ്ഥാപിച്ചു. ഒടുവിൽ ഭിന്ദ്രൻവാലയുടെയും ഓൾ ഇന്ത്യ സിഖ് സ്റ്റുഡന്റ് ഫെഡറേഷൻ പ്രസിഡന്റ് അമറിക് സിംഗിന്റെയും വെടിയുണ്ട തുളഞ്ഞു കയറിയ ശരീരങ്ങൾ സുവർണക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കണ്ടെടുത്തു. 250 തീവ്രവാദികൾ കീഴടങ്ങിയ കുറേപ്പേരെ അവിടെ വെച്ച് തന്നെ കൂട്ടക്കൊല ചെയ്തുവെന്നും പിന്നീട് ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയുള്ള സൈനിക നീക്കം സിഖ് ജനവിഭാഗങ്ങളിൽ വ്യാപകമായ അസംതൃപ്തിക്ക് കാരണമായി. ആളിപ്പടരുന്ന ആ രോഷമാണ് 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിയുടെ വധത്തിൽ കലാശിച്ചത്. എങ്കിലും പ്രത്യേക സിഖ് രാഷ്ട്രമെന്ന വിഭജന സിദ്ധാന്തത്തെ ഇല്ലാതാക്കിയ സൈനിക നടപടി പഞ്ചാബിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുകയും മതനിരപേക്ഷ പാർട്ടികളുടെ പ്രവർത്തനത്തിന് പുതുജീവൻ നൽകുകയും ചെയ്തു. ഇപ്പോഴും പഞ്ചാബ് ഇന്ത്യയുടെ ഭാഗമായി അഭിമാനത്തോടെ നിൽക്കുന്നത് ജീവൻ ബലികൊടുക്കേണ്ടി വന്നെങ്കിലും ഇന്ദിരാഗാന്ധി ഉത്തരവിട്ട ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടി കാരണമാണ്. പിന്നീട് 1986 മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെച്ച് ഒരു മാരുതി 800 കാറിൽ സഞ്ചരിക്കുകയായിരുന്ന മുൻ കരസേനാ മേധാവിയായ അരുൺ കുമാർ ശ്രീധർ വൈദ്യയെ മോട്ടോർ സൈക്കിളിലെത്തിയ 4 ചെറുപ്പക്കാർ വെടിവെച്ച് കൊലപ്പെടുത്തി. വൈദ്യയുടെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട ഹർജീന്ദർ സിംഗ് ജിണ്ട, സുഖ്ദേവ് സിംഗ് സുഖ എന്നിവരെ 1992 ഒക്ടോബർ 9 തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് ആയിരുന്നു ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദികൾ. ഖാലിസ്ഥാനെ തകർത്ത് കളഞ്ഞ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് നേതൃത്വം നൽകിയത് ജനറൽ വൈദ്യയാണ്. 1986 ജനുവരി 31 സേനയിൽ നിന്നും വിരമിക്കുന്നതുവരെ ജനറൽ വൈദ്യക്കായി അവർ കാത്തുനിന്നു. മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു. കനിഷ്ക വിമാനം തകർത്ത് 300 പരം ആളുകളെ കൊന്നിട്ടും ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് ഇന്നും കലിയടങ്ങിയിട്ടില്ല. പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടും ഇന്ത്യക്കെതിരെ പടയൊരുക്കം നടത്തുകയാണ് അവർ. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഇവരുടെ പുറകെ തന്നെയുണ്ട്. അതിൻ്റെ ബാക്കിപത്രമാണ് ഇപ്പോൾ വാർത്തകളിലൂടെ നമ്മൾ അറിയുന്ന അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന ഖാലിസ്ഥാൻ നേതാക്കൾ.